കേരള പോലീസിൽ സേനയ്ക്ക് നാണക്കേടുണ്ടാവുന്ന പ്രവൃത്തികൾ ചിലരിൽ നിന്നുണ്ടാവുന്നുണ്ടെന്ന് കെ ബാബു MLA. പോലീസിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അനുകരിക്കാവുന്ന വിധത്തിൽ നവീകരണം നടന്നത് ഇടതു ഭരണകാലത്താണെന്ന് ബാബു അവകാശപ്പെട്ടു. കേരള പോലീസ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബാബു. കാലങ്ങളായി പരിഹരിക്കപ്പെടാതിരുന്ന സേനാംഗങ്ങളുടെ ആവശ്യങ്ങൾ ഇടത് സർക്കാരാണ് അംഗീകരിച്ചത്. സ്റ്റേഷനുകളുടെ പശ്ചാത്തല സൗകര്യം, വാർത്താവിനിമയ സൗകര്യം, വാഹന സൗകര്യം, ആധുനിക ആയുധങ്ങൾ ഉൾപ്പെടെ നൽകിയാണ് സർക്കാർ സേനയെ നവീകരിച്ചത്. നിഷ്പക്ഷവും നീതിയുക്തവുമായ അന്വേഷണ കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം മുൻപന്തിയിലാണ്. പോലീസിന് ജനകീയ മുഖം നൽകിയതിലൂടെ പരാതി പറയാൻ ഭയമില്ലാത്ത സ്ഥിതിയായി. ഒരു പതിറ്റാണ്ടിന് ശേഷം കേരള പോലീസ് എന്താവണമെന്ന ദർശനത്തോടെയാണ് സർക്കാരിന്റെ സമീപനമെന്നും ബാബു പറഞ്ഞു. മറ്റു സ്റ്റേറ്റുകളിൽ ഉണ്ടായിട്ടുള്ളതുപോലെ സമരമുഖത്തേക്ക് പോലീസ് സേനാംഗങ്ങൾ ഇറങ്ങിത്തിരിച്ച് പണിമുടക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവർ ഒരു പ്രക്ഷോഭ രംഗത്തേക്ക് വന്ന് അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ രൂപീകരിക്കപ്പെട്ടൊരു സംഘടനാ രൂപമല്ല നമ്മുടെ രൂപം. 1979 ജൂൺ മാസം 13 റേഡിയോയിൽ കൂടെ അന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി PK വാസുദേവൻ നായർ അദ്ദേഹം തന്നെയാണ് പോലീസ് സേനാംഗങ്ങൾക്ക് ഇവിടെ സംഘടനാ രൂപീകരണത്തിനുള്ള അവകാശം കൊടുക്കുന്നു. പക്ഷേ എത്ര ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ, യജമാനന്മാരെ പോലീസ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പലയിടങ്ങളിലേക്കും കയറിപ്പോയിട്ടുള്ള ശ്രീ ജോർജ് ഫ്രാൻസിസ് ഉൾപ്പെടെയുള്ള അന്നത്തെ നേതാക്കന്മാർ അനുഭവിക്കേണ്ടി വന്ന ദുഃഖവും ദുരിതവും ഒരുപക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് നമുക്കൊന്നും അറിയുന്നില്ല. ജില്ലാ പ്രസിഡന്റ് P മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ, അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി CM ബിജു, DYSP ജോൺസൺ, CITN ഉണ്ണികൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് സുനിൽ, സെക്രട്ടറി C സത്യൻ, രജനീഷ്, ഷെറീഫ്, ഷീബ, അബ്ദുൽ നജീബ് എന്നിവർ സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.